അപ്പോൾ നമുക്ക് ട്രീ വരച്ച് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ എടുത്ത യെല്ലോ ഉണ്ടല്ലോ, അതിന് ലെമൺ യെല്ലോ എന്ന് പറയും. അത് ഇച്ചിരി വെള്ളം കൂട്ടിയെടുത്തിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഷേപ്പിൽ ട്രീൻ്റെ ലീവ്സ് വരച്ച് കൊടുക്കുക. അല്ലെങ്കിൽ എൻ്റെ നോക്കി അതേ ഷേപ്പ് തന്നെ ചെയ്ത് കൊടുക്കുക. നമ്മളൊരു ട്രീ എങ്ങനെ വരയ്ക്കാം എന്നുള്ള ഒരു പ്രാക്ടീസാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് വരയ്ക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക, അതായത് ലെഫ്റ്റ് സൈഡിലാണ് സണ്ണുള്ളത്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് സണ്ണുള്ളതെങ്കിൽ സണ്ണിൻ്റെ ലൈറ്റ് അടിക്കുന്ന ഭാഗം എന്തായിരിക്കും? നല്ല യെല്ലോ ഷൈനി ആയിരിക്കും. എന്നാൽ ലൈറ്റ് അടിക്കാത്ത ഭാഗത്തിൽ ഡാർക്ക് ഗ്രീൻ ആയിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുക. ഓക്കെ, അതിനുശേഷം ഈ ലെമൺ യെല്ലോ എടുത്തിട്ട് നിങ്ങൾക്ക് ഇപ്പം ഞാനൊരു 6 ട്രീസാണ് വരയ്ക്കണത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്ര ട്രീ എന്ന് വെച്ചാൽ വരച്ച് നോക്കിക്കോളൂ. നമുക്ക് നാളെ ബുഷ് നോക്കാം. ഇത് ഞാൻ ചുമ്മാ പ്രാക്ടീസ് ചെയ്തതാണ്. നമുക്ക് നല്ല അടിപൊളി ട്രീ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടെ. നമുക്ക് നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ട്രീ വരച്ച് നോക്കാം. ഓക്കെ, അതുപോലെ ബുഷസ് ഉണ്ടല്ലോ, ഗ്രാസ് ആൻഡ് ബുഷസ്, അതും നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. നമുക്ക് നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള ഡീറ്റെയിൽ ട്യൂട്ടോറിയൽ ഇടാം. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്ന പോലെ വരച്ച് നോക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലെയർ ലെമൺ യെല്ലോ. അതിനുശേഷം എന്താ ചെയ്യുന്നറിയോ, നമ്മൾക്ക് സ്റ്റെംസ് വരച്ച് കൊടുക്കണമല്ലോ. അതിന് ബ്രൗൺ എടുത്തിട്ട് വേറെ ഒന്നും ചെയ്താൽ ലൈറ്റായിട്ട് ബ്രൗൺ കുറച്ച് വാട്ടർ കൂട്ടിയെടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സ്റ്റെംസ് വരച്ച് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ലെയർ എന്താ വെച്ചാൽ നമ്മൾ കളറിൽ ഒരു ലൈറ്റ് ഗ്രീൻ ഉണ്ടല്ലോ, ആ ലൈറ്റ് ഗ്രീൻ എടുക്കുക. കുറച്ച് ലെമൺ യെല്ലോയും മിക്സ് ചെയ്തിട്ട് ഇതുപോലെ കൊടുക്കുക. നമ്മൾ ഫുള്ളായി ഫില്ല് ചെയ്യുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സണ്ണ് ലെഫ്റ്റിലാണുള്ളത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് പോർഷൻ യെല്ലോ ഒഴിവാക്കിയിട്ട് റൈറ്റ് സൈഡിൽ ആണ് കൊടുക്കുന്നത്. മനസ്സിലായല്ലോ? പിന്നെ ഏറ്റവും താഴ്ഭാഗത്തിലും കുറച്ച് ഗ്രീൻ കൂടുതൽ കൊടുക്കാം. കാരണം അടിഭാഗത്ത് എത്തുമ്പോൾ നമ്മുടെ ഷാഡോസ് കുറച്ച് കൂടുതലായിരിക്കുമല്ലോ. ഓക്കെ, അപ്പം അങ്ങനെ നമ്മളെല്ലാ ട്രീസിലും കൊടുക്കുകയാണ് കേട്ടോ. ഇത് ഞാൻ പുതിയൊരു മിക്സഡ് മീഡിയ പേപ്പർ വാങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ വാട്ടർ കളർ പോസിബിൾ ആണോ എന്ന് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കിയതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, എന്നാൽ പിന്നെ അത് റെക്കോർഡും കൂടെ ചെയ്യാം. നിങ്ങൾക്കും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ യൂസ്ഫുൾ ആയിക്കോട്ടെ അല്ലേ? അപ്പോൾ നമ്മൾ സെക്കൻഡ് ലെയർ ഗ്രീന് കൊടുത്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ബ്രൗണ് ബ്ലാക്ക് മിക്സ് ചെയ്തിട്ട് സ്റ്റെമ്മും കുറച്ച് ഡാർക്ക് ചെയ്ത് കൊടുക്കണം. അതും നമ്മൾ പറഞ്ഞ പോലെ ചെയ്താൽ മതി. ഞാനിവിടെ അങ്ങനെ ചെയ്യുന്നില്ല, നിങ്ങളങ്ങനെ ചെയ്താൽ മതി. അതായത് ലെഫ്റ്റ് സൈഡിലാണല്ലോ സൺലൈറ്റ് അടിക്കണേ. അപ്പോൾ റൈറ്റ് സൈഡിൽ നമ്മൾ നേരത്തെ കൊടുത്ത ലൈറ്റ് ബ്രൗണിൻ്റെ റൈറ്റ് സൈഡിൽ മാത്രം ഔട്ട്ലൈൻ ആയിട്ട് ഡാർക്ക് ബ്രൗൺ കൊടുത്താൽ മതി. ഓക്കെ, അതായിരിക്കും കൂടുതൽ ഭംഗി വരിക. പക്ഷെ ഞാനിങ്ങനെ റാൻഡമായിട്ട് കൊടുക്കുവാണ്. കാരണം ഞാനിത് റെക്കോർഡ് ചെയ്യുന്നും അല്ലെങ്കിൽ വീഡിയോ ഇടുന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായില്ല മനസ്സിലായി. ഞാനിങ്ങനെ ജസ്റ്റ് വരച്ചതാണ്. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ ഭംഗിക്ക് അതുപോലെ ചെയ്തോ കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റെംസൊക്കെ വരച്ചു. ഇനി അടുത്തത് ഈ മിഡിലുള്ള ഡാർക്ക് ബ്ലൂവും ഈ സെക്കൻഡ് വരുന്ന യെല്ലോവും കൂടെ മിക്സ് ചെയ്താൽ നമുക്കൊരു സാപ്പ് ഗ്രീൻ കിട്ടും. കുറച്ച് ഡാർക്കായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു ലീഫി ഗ്രീൻ കിട്ടും. ഓക്കെ, ആ ഗ്രീൻ എടുത്തിട്ട് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യാൻ പാടില്ല. ഇതുപോലെ കുറച്ച് വെള്ളം കൂട്ടിയിട്ട് ഇങ്ങനെ ഡോട്ടായിട്ട് ഇട്ട് കൊടുത്താൽ കുറച്ച് റിയലിസ്റ്റിക് ഒക്കെ പോലെ തോന്നും. അതും നമ്മൾ സെക്കൻഡ് ലെയർ ആയിട്ടിട്ട് ഗ്രീനും ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പാടില്ല. അതുപോലെ യെല്ലോയും കവർ ചെയ്യാൻ പാടില്ല. കുറച്ചായിട്ട് മാത്രം കൊടുക്കുക. അപ്പോൾ കുറച്ചൊരു നല്ല ലുക്ക് കിട്ടുന്നില്ലേ? കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കുഴപ്പമില്ല. നമുക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ, നല്ല അടിപൊളിയായിട്ടുള്ള ട്രീസൊക്കെ വരച്ചിട്ട് ഒരു ട്യൂട്ടോറിയൽ വേണമെന്ന് ഉണ്ടെങ്കിൽ കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലെ എൻ്റെ കൂടെ ഇത് ഒന്ന് വരച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കോ. കാരണം ഇപ്പോൾ ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യാമല്ലോ. കാരണം വലിയ ലാൻഡ്സ്കേപ്പിലൊക്കെ ഒരുപാട് ട്രീസൊക്കെ ഉണ്ടാകുന്ന ലാൻഡ്സ്കേപ്പ്സ് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ട്രീസൊക്കെ സിമ്പിളായിട്ട് ഇത്
ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് വരയ്ക്കാമല്ലോ. അതല്ല കാണാനും ഭംഗിയുണ്ടാവും. പിന്നെ ഞാൻ കളർ മിക്സൊക്കെ ചെയ്യുന്നത് ഈ ഒരു കളറിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങളങ്ങനെ ചെയ്യണമെന്നില്ല കേട്ടോ. നിങ്ങൾ വേറെ പാലറ്റ് എടുത്തിട്ട് ഓരോ കളറും എടുത്ത് മിക്സ് ചെയ്താൽ മതി. ഞാൻ കുറച്ച് മടി കൂടുതലുള്ളതുകൊണ്ട് ഞാൻ എല്ലാം എൻ്റെ ആ ഒരു വാട്ടർ കളർ കേക്കിൻ്റെ ഉള്ളിൽ തന്നെ മിക്സ് ചെയ്യലാണ്. അത് മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ ചോദിക്കും, ഇപ്പം യെല്ലോൻ്റെ മുകളിൽ ബ്ലൂ ചെയ്ത് ഗ്രീൻ ആക്കി, ഇനി യെല്ലോ എടുക്കാൻ എന്ത് ചെയ്യും? ഞാൻ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ടിഷ്യൂ എടുക്കും, ഒന്ന് നനക്കും, എന്നിട്ട് എന്ത് ചെയ്യും, ഈ ഒരു യെല്ലോൻ്റെ മുകളിൽ ഇങ്ങനെ ഉരച്ചു കൊടുക്കുമ്പോഴത്തേനും ആ ഒരു ബ്ലൂ കംപ്ലീറ്റ് ഇളകി പോവും. അപ്പം നമുക്ക് വീണ്ടും നല്ല ഫ്രഷ് കളറായിട്ട് അവിടെ കിട്ടും. പക്ഷേ കുറച്ച് കളേഴ്സൊക്കെ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ വേറൊരു പാലറ്റ് എടുത്തിട്ട് മിക്സ് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്താൽ മതി കേട്ടോ. എൻ്റെ മടി കൊണ്ടാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാം, ഞാൻ ഭയങ്കര മടിച്ചാണ്. ആൻഡ് അതുകൊണ്ടാണ് ഞാൻ ഈ കേക്ക്സ് തന്നെ യൂസ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ വാട്ടർ കളർ ട്യൂബ്സൊക്കെ ഉണ്ട്, പക്ഷെ അത് യൂസ് ചെയ്യാനുള്ള മടി കൊണ്ടാണ്. ഓക്കെ, എനിവേ നമ്മുടെ ചിത്രം കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ ഒന്ന് വരച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ, മരമൊക്കെ വരയ്ക്കാൻ പറ്റുന്നുണ്ടോയെന്ന്. അപ്പോൾ ഒരു പ്രാക്ടീസ് ക്ലാസ് പോലെ എടുത്താൽ മതി നിങ്ങൾ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഹൈപ്പും കൂടെ കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ചോദിച്ച പോലെ റിയലിസ്റ്റിക് ആയിട്ടുള്ള മരമോ അല്ലെങ്കിൽ ബുഷസോ ഗ്രാസസോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് പറയണേ.